ഗൈസ്, ഇന്ന് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ അപ്പോൾ എൻ്റെ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ഓർണമെൻറ്റ്സ് ചിലങ്ക ഞാൻ എന്തൊക്കെയാണ് ഡാൻസിന് യൂസ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കുച്ചിപ്പുടിയുടെ ഐറ്റംസ് ഇപ്പോൾ പുതിയതായി ഇപ്പോൾ ഒരു അരങ്ങേറ്റം കഴിഞ്ഞു. കുച്ചിപ്പുടിയുടെ ഫസ്റ്റ് അരങ്ങേറ്റം എൻ്റെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പുതിയ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഭരതനാട്യത്തിൻ്റെ ഉണ്ട്. കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും ഏകദേശം ഒന്നൊക്കെയാണ് കേട്ടോ. മുടിയിൽ വെക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ ഒന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിലങ്കയെന്ന് കാണാം. ചിലങ്ക എൻ്റെ അടുത്ത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് എനിക്ക് ഫസ്റ്റ് എൻ്റെ അരങ്ങേറ്റത്തിന് മൂകാംബികയെ വെച്ച് കളിക്കാൻ പോകുമ്പോൾ മൂകാംബികയിലായിരുന്നു അരങ്ങേറ്റം. അപ്പോൾ അവിടെ വെച്ച് കളിക്കാൻ പോകുന്ന കാരണം ഒരു ആൻറ്റി, ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ആൻറ്റി വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് ഈ ചിലങ്ക. 5 വരി ചിലങ്കയാണ് കേട്ടോ. ഇത് ചെറുതാണ്, പക്ഷെ എനിക്കിത് 5 വരി ചിലങ്ക പുതിയ ചിലങ്കയാണ്. പക്ഷെ ഇത് പൂജ ചെയ്തു, ഈ ചിലങ്കയുടെ പൂജ കഴിഞ്ഞു. എൻ്റെ ചേച്ചി ഭരതനാട്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിർത്തിയതാണ്. ചേച്ചി പഠിച്ചത് കുറച്ച് ദിവസമൊക്കെ നിർത്തി. പിന്നെ കുറേ കാലത്തെ പഴയ ചിലങ്കയാണിത്. എൻ്റെ ചേച്ചി ഒരു കുറേ ചെറുതിലേ പഠിച്ചാണ് ചേച്ചി. ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ കരാട്ടയിലാണ് താല്പര്യം. ഇതെൻ്റെ 4 വരി ചിലങ്ക. അപ്പോൾ എല്ലാം ചേച്ചിയുടെ പഴയ സാധനങ്ങളൊക്കെ ഞാനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ അരപ്പട്ടയൊക്കെ കളറ് പോയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു കവറിൽ ഇത്രയുള്ളത് നമ്മൾ തിരിച്ചുള്ളിൽ തന്നെ കയറ്റിക്കിട്ടെ, അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് പണി കിട്ടും ഗൈസ്. ഇപ്പോൾ ചിലങ്ക, പിന്നെ എന്താ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതിലെന്താ ഇത് ചിലങ്ക അങ്ങനത്തെ കമ്മൽ മുഖത്തൊന്നല്ല. ഈ കവറിൽ വന്നിട്ട് സ്ലൈഡ്, പിന്നെ പിന്ന്, ഡബിൾ സൈഡ് കെട്ടുന്ന ടൈപ്പ് കയർക്കുണ്ടടി, അങ്ങനത്തെ കയറുകളൊക്കെയാണ്. ഇതുണ്ട് ഫുള്ളിൽ. അതാണ് പൊട്ടിയാൽ പിന്നെ ഇവിടെ ഫുള്ളാവും. പിന്നെ 2 എണ്ണം മുടി കുച്ചിപ്പുടിക്ക് നീളമുള്ള മുടി വേണ്ടേ. എൻ്റെ അടുത്ത് 2 മുടിയുണ്ട്. ഞാൻ തികഞ്ഞില്ലെങ്കിലോ പറഞ്ഞിട്ട് 2 മുടി വെച്ചിരിക്കുകയാണ്. ഇതൊരു മുടി, ഇതൊറ്റ മുടി, ഇത് രണ്ടാമത്തെ മുടിക്ക് ഇത്തിരി നീളം കുറവ് തന്നെയാണ്. മീൻസ് ഇതിന് നല്ല എന്താ പറയുക കട്ടി കൂടുതൽ, ഇത് കട്ടി കുറവുമാണ്. അത് കാരണം ഞാൻ 2 കൂട്ടി പിന്നാകൃതിക്ക് വെച്ചാണ്. എന്താണോ അവരെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ കെട്ടും. ഇത് 2 ഞാൻ ഏതാണോ കവറിനെടുത്ത് ആ കവറിന് തിരിച്ച് കയറ്റും. എന്താ 2 കവറിന്ന് ഒരു 2 സാധനങ്ങളെ വരുന്നുള്ളൂ വിചാരിച്ചിട്ടല്ലോ, അങ്ങനെ ഒന്നല്ല കേട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞു ബോക്സിൽ എന്താ ഉള്ളത് കാണിച്ചാൽ, ഇതിൽ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് ഒരു സ്ക്രഞ്ചീസും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് മുടി കെട്ടൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ക്രഞ്ചീസ്. ഇതെന്താ സാധനം ഞാൻ എപ്പോഴാട്ടോ നോക്കണേ. ഇത് എൻ്റെ ഫോട്ടോ ഒരെണ്ണം, എൻ്റെ ഫോട്ടോ ഒരെണ്ണം എനിക്ക് തന്നെ കണ്ടിട്ട്. ഇത് വന്നിട്ട് എൻ്റെ അമ്മ ഒരു പ്രോഗ്രാം കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയും ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി ആവശ്യമുള്ളൊരു മാല എടുത്ത് ഇതിലേക്ക് പെട്ടെന്ന് ആവശ്യം വരും പറഞ്ഞ് എടുത്തിട്ടാണ്. അങ്ങനെ ഒരു മാല ഉണ്ട്. പിന്നെന്താ ഒരു കമ്മലുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, നല്ല കമ്മൽ, മുടി റെഡിയോളിയായിട്ടൊരു കമ്മലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അത്ര ഉണ്ട്. ഇനിയും വലിയ സാധനങ്ങളൊക്കെ ഉള്ള സാധനം 2 എണ്ണം ഇരിപ്പുണ്ട്. അത് ഞാൻ എടുക്കാം. അടുത്തത് ഈ ഒരു ബോക്സാണ്. ഇതിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഫുള്ള് കുച്ചിപ്പുടിയുടെയും ഭരതനാട്യത്തിൻ്റെയും ഒക്കെ ഐറ്റമാണ്. മുടി കെട്ടുന്ന സാധനമാണ്. ഫുള്ള് മുടി കെട്ടുന്ന സാധനമാണ്. ഞാൻ മടി വെച്ച് കാണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണില്ല. ഇത് ഭരതനാട്യത്തിനാണ് യൂസ് ചെയ്യാറ്. ബംസായിട്ട് 2 കളർ വരുന്ന എന്താ പറയുക പൂ നല്ല ചന്തമാണ് കാണാൻ, വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വന്നിട്ട് നോർമൽ, ഈ വൈറ്റിൻ്റെ തന്നെ നോർമൽ പൂവ്, പിന്നെ ഈ ഓറഞ്ചിൻ്റെ തന്നെ നോർമൽ പൂവ്. എല്ലാത്തിനും ഇപ്പോൾ കുച്ചിപ്പുടിക്ക് എല്ലാം വേറെ വേണം പറഞ്ഞപ്പോൾ പൈസ കൊടുത്തപ്പോൾ ടീച്ചർ മേടിച്ച് തന്നെയാണ്. പിന്നെ കളർ പൂവ്, ഇതൊക്കെ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെക്കണ പൂക്കളാണ്.
നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഇതിലുണ്ട്. എനിക്ക് ഇത്തവണ ഗ്രീൻ കളറായിരുന്നു ഡ്രസ്സ് ഫസ്റ്റ് കുച്ചിപ്പുടീൻ്റെ. അപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് റെഡ് കാണണം, എന്നാൽ അധികം ഗ്രീനും കാണുന്ന പോലെ വെച്ച് തന്നു. പിന്നെ വന്നിട്ട് വട, ഉഴുന്ന് വട അല്ല കേട്ടോ, ഇവിടെ കിട്ടുന്ന ഇവിടെ തന്നെയല്ല, ഇവിടെ കിട്ടുന്ന സാധനം ഗൈസ്. പിന്നെ ആഫ്രിങ്ങാണ് ഇപ്പോൾ കുച്ചിപ്പുടിക്ക് വേണ്ടി കിട്ടിയൊരു ആഫ്രിങ്. ഇത് വന്നിട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് ഇതിങ്ങനെ വെക്കും. ഇതിങ്ങനെ കാണുന്ന ഉള്ള മുടിയൊക്കെ വലിച്ചിട്ട് ഗൈസ് ഇത് ലാസ്റ്റ് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെക്കും. പിന്നെ ഈ തനിത്തനിയായിട്ടുള്ള പൂ ഏതൊക്കെയാണോ വെച്ചാൽ കളർ പൂ, വൈറ്റ്, ഓറഞ്ച്, ഇതാണ് തനിപ്പൂ. ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം ഒരു പണിയാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിലൊരു 2-3 ഐറ്റംസ് ജാസ്തി ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ അതൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് കാണുമ്പോഴേക്കും നമ്മുടെ 4 കമ്മലായിട്ടാണ് നിങ്ങൾ തന്നെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അടയ്ക്കാൻ കിട്ടുന്നില്ല. ഇത് അടയ്ക്കാൻ എൻ്റെ അമ്മ തന്നെ വരണം. പക്ഷെ ഞാനിപ്പോൾ അമ്മേനെ വിളിക്കണം. ഞാൻ അടച്ചു ഗൈസ്. എന്താ ഇത്ര ഡാൻസിൻ്റെ സാധനങ്ങളുണ്ടോ ചോദിച്ചാൽ ഞാൻ ഓരോരോ കവറിലാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നല്ല സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ ഓരോന്ന് ഒരു പെട്ടിയിൽ തന്നെ ഒരു വലിയൊരു ബോക്സ് മേടിച്ച്, അല്ലെങ്കിൽ ഇത്ര ഉള്ളൊരു ബോക്സ് മേടിച്ച് എല്ലാം പൂവും വളയും മാലയും എല്ലാം അതിലിടാമെന്ന് വിചാരിച്ചാൽ എന്താ വെച്ചാൽ ലാസ്റ്റ് എടുക്കുമ്പോൾ പൂവിൻ്റെ ചിരട കമ്മലിൽ കുടുങ്ങിയിട്ട് മാലയിൽ കുടുങ്ങിയിട്ട് അത് വിടുമ്പോഴേക്കും തന്നെ ആ മുടി കെട്ടിത്തരുന്ന മാഷിമാർക്ക് തന്നെ ദേഷ്യം വരും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ബോക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് അടുത്ത ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ കാണുക കണ്ണിറയെ കാണുക. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഒരു സെറ്റ്. ഇതിലായിരുന്നു ഫസ്റ്റ് എൻ്റെ ഓർണമെൻറ്റ്സ്. ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പെട്ടി ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കമ്മൽ മല എല്ലാ ഐറ്റവും കിടക്കും. അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വേറെ കവറിലായിരുന്നു. അപ്പോൾ അതിന് ഇതിനാണ് നശിക്കണം. അപ്പോൾ ഓരോരോ ബോക്സിലായിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ഇത് ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ തുറക്കണം. എടുത്ത് പറഞ്ഞുതരാം കേട്ടോ ഞാൻ. പിന്നെ ഫസ്റ്റ് ഒരു ലെയറുണ്ട്. പിന്നെ ഇതുണ്ടോ, ഫസ്റ്റത്തെ ഒരു ലെയറാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതുണ്ടോ ഒക്കെ താഴെ വീഴാണ്ടിരിക്കുന്ന ഇങ്ങനെ പിടിച്ചെടുക്കണം. മോതിരം, കമ്മൽ, മൂക്കുത്തി, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാണിച്ചു തരാം. മോതിരങ്ങൾ എൻ്റെ അടുത്ത് പല വിധങ്ങളായിട്ടുണ്ട്. ഇത് ഫസ്റ്റത്തെ മോതിരം, ഒരു ഫ്ലവർ ടൈപ്പത്തെ ഒരു മോതിരമുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ കുറച്ച് മുത്തൊക്കെ എന്താ പറയുക, സ്റ്റോണൊക്കെ പോയ കുറേ മോതിരം കിടക്കുന്നുണ്ട്, 2-3 മോതിരം കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കല്ല് വെച്ചൊരു ബ്ലൂ കളറിൻ്റെ ഒരു ഡ്രസ്സ് കിട്ടിയപ്പോൾ ഞാനൊരു ഗുരുവായൂരിൽ നിന്ന് തന്നെ മേടിച്ചാണ് ഈ ഒരു മോതിരം. പിന്നെ ഈ ഒരു അരങ്ങേറ്റത്തിന് ഞാൻ മോതിരം എടുക്കാൻ മറന്നു. അപ്പോൾ എനിക്ക് മേടിച്ച് തന്നിട്ടൊരു കല്ല് വെച്ചൊരു മോതിരം. പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ 2 പർപ്പിൾ ബ്ലൂ പറഞ്ഞിട്ടൊരു 2 മോതിരം, വലിയ മോതിരമൊക്കെ എന്താ പറയുക കുച്ചിപ്പുടിക്കും. ഇതെൻ്റെ ഫേവറേറ്റ് മോതിരമായിരുന്നു. പക്ഷെ പൊട്ടിപ്പോയി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഗ്രാമത്തിൽ എവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ നിന്ന് പൊട്ടിപ്പോയി. ഇത് നല്ലൊരു അടിപൊളി മോതിരം തന്നെയാണ്. പക്ഷെ എൻ്റെ പൊട്ടി കേസിക്ക് വളരെ സങ്കടമായി. പക്ഷെ ഞാനത് കളയാണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി വന്നിട്ട് 2 ടൈപ്പ് 2 വിധമായിട്ടുള്ളത് കളർ വേറെ കേട്ടോ. ഇത് 2 വരെയതാണ് റെഡിൻ്റെ. ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. എൻ്റെ അടുത്തുള്ള കുറേ എണ്ണം അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. അതാ വെച്ച് എനിക്ക് വയ്യാതെ ടൈറ്റാണെന്ന് വെച്ചാൽ എടുത്ത് കളയും. പിന്നെ ഞാനിപ്പോൾ റെഡ് കാണിച്ചില്ല, ഒരു 2 മോതിരം. അതിൻ്റെ തന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോണ് പോയിണ്ടെന്ന്. ഇതിപ്പോൾ പുതിയതായിട്ട് മേടിച്ചത്. ഇത് സ്റ്റോൺ പോയത് പഴയത് കേട്ടോ. അതിൽ ഒരെണ്ണം പുതിയത്, ഒരെണ്ണം പഴയത്. ഞാൻ കാണിച്ചു തരാം. പഴയത് പുതിയത് 2 സ്റ്റോൺ പോയിട്ടുണ്ട് റെഡിൻ്റെ. എന്ന് വെച്ചാൽ കളിക്കുന്നതിൻ്റെ ഡ്രസ്സിൽ കുടുങ്ങി വലിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമരിൽ തട്ടിയിട്ട് എന്തെങ്കിലും ആകുമ്പോൾ അതങ്ങനെ മിസ്സാവും. അപ്പോൾ ഗൈസ് ഇങ്ങനെ 2 മോതിരമുണ്ട്. ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ രൗദ്രമായിട്ടുള്ള മോതിരം. ഇത് എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. ഇതും നല്ല എൻ്റെ ഫേവറേറ്റ് മോതിരമായിരുന്നു. ഫുള്ള് ബ്ലൂ കളർ സ്റ്റോൺസ്.
അപ്പോൾ ഇതിങ്ങനെ കൈ കിടക്കും കാണാൻ നല്ല ചന്താണ്, തിളങ്ങും ഗൈസ്. പക്ഷെ ഇതിലത്തെ സ്റ്റോണൊക്കെ പോയി. ഞാൻ അതിനെ എടുത്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ആയിട്ട് ഒരു മോതിരം കടിച്ചില്ലേ, അതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട് നമ്മുടെ. എവിടെ മോതിരം? ഇതിപ്പോൾ ഗുരുവായൂർ എന്താ പറയുക, ജൂൺ 13 പോയപ്പോൾ മേടിച്ചാണ് മോതിരം. പിന്നെ അതാ ഇതും ജൂൺ 13 ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചാണ്. ഒരു 9 പോലെയുള്ളതും ഒരു ഗ്രീൻ കളറും. കണ്ടോ? ഇനി മെയിൻ സാധനമൊന്നും വന്നിട്ടില്ല, മോതിരം മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇത് എന്നിട്ട് നല്ലൊരു യുണീക്കായിട്ടുള്ളൊരു മോതിരം പറഞ്ഞാൽ ഇതാണ്. ഇത് ജൂൺ 13 മേടിച്ചാണ്. ഇതും ജൂൺ 13 മേടിച്ചാണ്. കുറേ റിങ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു മോതിരം. ഒരു സ്റ്റോൺ പോയിൻ്റോ ചോദിച്ചാൽ പോയിൻ്റ്, പോയിട്ടില്ല ചോദിച്ചാൽ പോയിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെ ജൂൺ 13 അരങ്ങേറ്റം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ നിന്ന് തന്നെ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചൊരു മോതിരമാണ്. വലിയ മോതിരമാണ് കേട്ടോ. കുച്ചിപ്പുടിക്കെന്ന് വെച്ചാൽ വലിയ മോതിരമാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു വലിയ മോതിരം, അപ്പോൾ വലിയ മോതിരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് കുറേ എണ്ണം ജൂൺ 13 വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന മൂകാംബികയിൽ ഡിസംബർ അല്ലല്ലോ, എപ്പോഴാണ്? സെപ്റ്റംബർ 26 മൂകാംബികയിൽ അരങ്ങേറ്റമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അരങ്ങേറ്റമല്ല, പ്രോഗ്രാമാണ്. എനിക്ക് പ്രോഗ്രാമാണ്. കുച്ചിപ്പുടി അരങ്ങേറ്റം കഴിഞ്ഞ കാരണം എനിക്ക് പ്രോഗ്രാമാണ്. ചെള്ളി പിള്ളേർ, കുഞ്ഞു പിള്ളേർക്ക് അത് അരങ്ങേറ്റം. ഇത്രയധികം മോതിരമുണ്ട് നമ്മൾ. അടുത്ത കമ്മൽ കാണാം. കമ്മൽ കണ്ടിട്ട് ഒരു സാധനം കാണാം. ഇത് ഒരു കമ്മൽ കഴിഞ്ഞിട്ടില്ല. ഇത് എൻ്റെ കമ്മലാട്ടോ. ഇതെൻ്റെ കമ്മലൊക്കെയാണ്. ഇത് എൻ്റെ കമ്മൽ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കമ്മൽ മിസ്സായിട്ട്, അപ്പോൾ അവൾക്ക് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു കുഞ്ഞിക്കമ്മലാണ്. അവളുടെ കാതിന് ചെറിയ പ്രശ്നമുള്ള കാരണം കുഞ്ഞിക്കമ്മൽ. അല്ലെങ്കിൽ അവൾ വലുത് യൂസ് ചെയ്യാൻ എനിക്കറിയില്ല, അത് കാരണം ഞാൻ കുഞ്ഞിക്കമ്മൽ എടുത്തു. പിന്നെ ഇനി മൂക്കുത്തിയോള്, അയ്യോ ഈ എന്താ പറയുക, അയ്യോ നമ്മൾ ഈ സൈഡിൽ വെക്കില്ല ഒരു മൂക്കുത്തി, ഇവിടെയും ഇവിടെയും ഇവിടെ ആയിട്ട്, ആ മൂക്കുത്തിയോടാണ്. ഇതാ ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം ഓരോന്ന്. കയറുന്നില്ല. ഇതൊരു മൂക്കുത്തി, അതിൻ്റെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ ഇവിടെ സ്റ്റോൺ വെച്ചത്, ഇത് നടുക്കിൽ സ്റ്റോൺ വെച്ചത്. വെറൈറ്റി. ഇത് നമ്മുടെ കുച്ചിപ്പുടി അരങ്ങേറ്റം കഴിഞ്ഞ കാരണം കുച്ചിപ്പുടിക്ക് അങ്ങനത്തെ മൂക്കുത്തിയെ വെച്ച ഇങ്ങനത്തെ മൂക്കുത്തി. ഇതൊക്കെ ഗമ്മൊട്ടിച്ചിട്ടോട്ട് വെക്കുമ്പോൾ ഞാൻ വെക്കുന്ന പോലെ ഒന്നല്ലേ. ഇങ്ങനെ എൻ്റെ അടുത്ത് 2 ഉണ്ട്. ഇത് പൊട്ടുമല്ലോ. 2 അവിടെ താഴെ കിടന്ന് കിട്ടിയതാണ്. ഒരെണ്ണം ആരോ ഇട്ടിട്ട് പോയി. പിന്നെ ഞാനായിരുന്നു ലാസ്റ്റ് മേക്കപ്പ് കഴിച്ചത്. അത് കാരണം എല്ലാവരും പോയി, അവരവരുടെ വണ്ടിയിലും ബസ്സിലും ആയിട്ട് അവരൊക്കെ പോയി. ഞാനായിരുന്നു ലാസ്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ കിടക്കണമൊക്കെ പെറുക്കിയെടുത്തു. ആർക്കും വേണ്ടാണ്ട് അവിടെ കിടന്ന് അവിടെ ക്ലീൻ ചെയ്യണ, റൂം ക്ലീൻ ചെയ്യണ ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകാൻ ചെയ്യും. പിന്നെ ഇവിടെ നടക്കില്ല. ഇതിട്ട് കാണിച്ചു തരണോ? അയ്യോ ഇതിടാൻ കൊടോര. ആ വാനെടുത്ത് പണ്ടരണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൂക്കി വിടുന്നത്. അതിൻ്റെ തന്നെ നല്ലതൊന്ന് ചീത്തയാണ് പറഞ്ഞിട്ട്. ഇത് ഞാൻ അധികം യൂസ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് കണ്ടോ വളഞ്ഞിട്ടാണ്, ഇതിൻ്റെ ഗോൾഡ് ആണ്, അത് കാരണമാണ്. ഇന്നുള്ളത് ഇങ്ങനത്തെ മൂക്കുത്തികൾ ഇങ്ങനെ കയറ്റി വയ്ക്കാനുള്ള മൂക്കുത്തികളാണ്. ഇത് ഞാൻ എന്താ പറയുക, ഇതിൻ്റെ തന്നെ 3 എണ്ണം ഉണ്ടാവും. ഇത് വൈറ്റ് 2 എണ്ണം, വൈറ്റ് എടുത്ത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അതിന് ശേഷമുള്ളത് ഇപ്പം എനിക്ക് ഗുരുവായൂർ 30 ജൂൺ 30 അരികെ റെഡും ഗ്രീനും ആയിരുന്നു എൻ്റെ ഡ്രസ് കളർ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരെണ്ണം കിട്ടി എനിക്ക്. താഴ്ന്ന് കിട്ടിയതല്ല കേട്ടോ, ടീച്ചർ എനിക്ക് മേടിച്ച് തന്നു. എൻ്റെ മൂക്കുത്തി കാണാനില്ല പറഞ്ഞപ്പോൾ. പക്ഷേ വീട്ടിൽ ആ മൂക്കുത്തിയുടെ എന്താ പറയുക,
പല്ല് മൂക്കിൻ്റെ ഈ സാധനം കണ്ടു വളഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ കളറും പോയി. അത് കാരണം ടീച്ചർ എനിക്കൊരു അവിടെ ചെന്നു. അമ്മ പറഞ്ഞപ്പോൾ കൂടി ചെന്നു. അപ്പോൾ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഈ ചെറിയ സാധനങ്ങളൊക്കെ എപ്പോൾ താഴെ പോകുമെന്ന് അറിയില്ല. അപ്പോൾ ബെഡിൻ്റെ മേലെ ഇരുന്നിട്ട് വീഡിയോ എടുക്കണം. എപ്പോൾ ചടാ പറഞ്ഞ് താഴെ പോയാൽ ഇത് പൊറുക്കി എടുക്കണം. എനിക്ക് പൊറുക്കാനും വയ്യ. പിന്നുള്ളതൊക്കെ കുരുന്ന ഐറ്റംസാണ്, സൈഡിൽ വെക്കുന്ന സാധനമാണ്. അത് ഞാൻ 4 എടുത്തിട്ട് പെട്ടെന്ന് കാണിച്ചു തരാം. ഇത് റെഡ് ഒരെണ്ണം, കുറേ ഉണ്ട് കേട്ടോ. റെഡ് ഒരെണ്ണം ഇതുണ്ടോ, ഒക്കെ എൻ്റെ മേക്കപ്പാണ് ബാക്കിൽ. പിന്നെ ഒരു ഗ്രീന്, നല്ല ചന്തമുള്ളൊരു ഗ്രീൻ. പിന്നെ ഒരു റെഡ് കൂടുതലുണ്ടാവും. റെഡ് ആൻഡ് ഗ്രീൻ കൂടുതലുണ്ടാവും. കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ. പിന്നെ ഒരു ഓറഞ്ച് ഒരെണ്ണം. ഓറഞ്ച് അല്ലേ ഗൈസ്, ഓറഞ്ച് കേട്ടോ, റെഡായി കാണുന്നതാണേ. ഇത് ഓറഞ്ചാണ്, റെഡായി കാണുന്നതാണ് കേട്ടോ. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മൂക്കുത്തി ഗ്രീൻ കളറിൽ. പിന്നെ വീണ്ടും റെഡ് തന്നെയല്ല, ഇത് ഓറഞ്ചല്ല റെഡ് കേട്ടോ. പിന്നെ 2 വൈറ്റ് കളർ മൂക്കുത്തി. ഇതൊരു വൈറ്റ്, ഇതൊരു വൈറ്റ്. ഞാൻ കിടന്ന് പെറുക്കി വെക്കും കേട്ടോ. ഒരു ഗ്രീൻ മൂക്കുത്തി. കാണിച്ചുതരാം, ഇങ്ങനെ കാണിച്ചുതരാം. കണ്ടോ ഇത്ര മൂക്കുത്തികളുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച വലിയതും പൊടിയതും. അപ്പോൾ മൂക്കുത്തി, കമ്മൽ, മോതിരം കഴിഞ്ഞു. ഇതാ ചെറിയ ബോക്സത്തേക്ക് എല്ലാവരും ഒരുങ്ങി. ഇതും കാണിച്ചു തരാൻ എനിക്ക് മടിയാണ്. ഇതുണ്ടോ, ഇതിൽ ഫുള്ളും മൂക്കുത്തികളാണ്. പിന്നെ അത് കഴിഞ്ഞു ഇനി വല്ലാത്ത പണി. നമ്മുടെ ചെറിയ വള, കമ്മൽ, മാല. കമ്മൽ ഇല്ല, വള, മാല, അങ്ങനത്തെ എന്താ പറയുക, നെറ്റിച്ചുട്ടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇത് വള. ഇതിൻ്റെ ഒരു തിരിവ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് ഗൈസ്. ബോക്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ എവിടെയെങ്കിലും പോയോന്നറിയില്ല. ഇത് തിരിവ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ കമ്പിയില്ലേ, ഗോൾഡൻ കമ്പി വെച്ചിട്ട് ഈ ഓട്ടയിൽ കൂടി കയറ്റും. എന്നിട്ട് ഇപ്പുറത്തെ ഓട്ടയിൽ കൂടി കെട്ടിയിട്ട് ബാക്കിൽ കൂടി ഞാൻ ചുരുട്ടി വയ്ക്കണം പതിവ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഇടുക. കമ്പി ഇത്തവണ ജൂൺ 30 വലിച്ചും കൂടി ഊരി അങ്ങോട്ട് കളഞ്ഞു. മനുഷ്യൻ ഭ്രാന്താവില്ല. പിന്നെ അത് അമ്മയുടെ ബാഗിൽ ചുരുട്ടി എവിടെയോ ഒരു പേപ്പറിൽ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അമ്മ വെക്കണ കണ്ടു ഞാൻ. ഇത് ഇങ്ങനെ ഒരു ഗോൾഡൻ ബാങ്കിൾ, കളറൊന്നും പോയിട്ടില്ല, നല്ലൊരു ബാങ്കിളാണ്. പിന്നെ ലോങ് ചെയിൻ ഒരെണ്ണം, ഒരു ലോങ് ചെയിൻ. ഇത് വന്നിട്ട് ലോങ് ചെയിനിൽ ഇവിടെ റെഡ് മുത്തോളാണ്. എല്ലാവിടെയും റെഡാണ്. നോക്കട്ടെ, തിരിഞ്ഞുപോയി, മറിഞ്ഞുപോയി. പിന്നെ വന്നിട്ട് അതിൻ്റെ തന്നെ ഷോർട്ട് വൺ. ഇത് കട്ടൺ ടൈപ്പ് കേട്ടോ. ചന്തത്തിലൊരു ഒരു മാലയും കൂടി ഉണ്ട്, അവനെയും കൂടി കണ്ടു കേട്ടോ. അതിൻ്റെ തന്നെ ഞാൻ എവിടെയെങ്കിലും എന്താ പറയുക, സ്കൂൾ കലോത്സവത്തിനോ എവിടെയെങ്കിലും, കലോത്സവമല്ല എന്താ പറയുക, അപ്പുറം ഞാൻ എന്താ പറയുക, ഓരോരോ അമ്പലത്തിൽ, കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവിടെ ഒക്കെ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ചെയിൻ. ഒരു നോർമൽ ചെയിനാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റഡിബിളായിട്ട് ഈ ചെയിൻ ഇട്ടിട്ട് താഴെ വലിയ ചെയിൻ ഇടും, അല്ലെങ്കിൽ ഇത് 3 ഇടും, എങ്ങനെയെങ്കിലും. ഞാൻ ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് കളർ ഫേഡായി. ഇത് പറഞ്ഞാൽ പുതിയത് മേടിക്കണം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി യൂസ് ചെയ്തതാണ് പണ്ട്. അപ്പോൾ ഉണ്ടോ, കളർ നല്ല രീതിക്ക് ഫേഡായിട്ടുണ്ട്. ഇതിൻ്റെ കാണിച്ചാൽ വെളിച്ചടിക്കണം കാണുന്നില്ല, നല്ല രീതിക്ക് ഫേഡായിട്ടുണ്ട്. എന്നാലും ഞാൻ ഇത് തന്നെയായിരുന്നു ഇത്രയും കൊല്ലവും യൂസ് ചെയ്തത്. എൻ്റെ അരങ്ങേറ്റത്തിനും ഇത് തന്നെയാണ്, ഫസ്റ്റ് അരങ്ങേറ്റത്തിനും. പക്ഷേ ഇതിൻ്റെ ബാക്കിലൊന്നും ഫേഡായിട്ടില്ല. അതുകൊണ്ട് തിരിച്ച് വെച്ച് യൂസ് ചെയ്താലോ. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ അറിയോ, ഇതെന്താന്ന് വെച്ചാൽ മാട്ടി, നമ്മൾ ഈ സൈഡ് മാട്ടിയില്ലേ അത് കേട്ടോ. കമ്മലിൻ്റെ കൂടെ ചേർത്തിടുന്ന സാധനമാണ്. ഇതിൽ റെഡ് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് കോമ്പോ. ഇനിയൊന്നുമില്ല, ഇനി ഒരു 2-3 സാധനങ്ങളെങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ നെറ്റിച്ചുട്ടി ഇങ്ങനെ വെച്ചിട്ട്
ഇവിടെ കയറ് കെട്ടി വിടും ഗൈസ്. കയറ് കെട്ടുമ്പോൾ വേദന ഇല്ല ഗൈസ്. സഹിക്കണം, ഞാനത് സഹിക്കണം എന്നല്ല, എനിക്കിഷ്ടമുള്ള കാരണം ഞാൻ ചെയ്യും. ഇവിടെ ഇങ്ങനെ കറക്റ്റ് നിൽക്കും കേട്ടോ. കണ്ടോ ഗൈസ്, കിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരെണ്ണം. പിന്നെന്താ കുഞ്ചലം. ഇതിൻ്റെ കെട്ട് പോലും അയക്കാത്ത. ഇത് ജൂൺ 30 ഞാൻ പറഞ്ഞില്ല, ഒരു അരങ്ങേറ്റുണ്ടായിരുന്നു. അതിന് വേണ്ടി കുഞ്ചലം കെട്ടി തൂക്കാൻ വേണ്ടി പുതിയത് പഠിച്ചാണ്. എൻ്റെ അരങ്ങ ഗുരുവായൂർ തന്നെ പോയപ്പോൾ അരങ്ങത്തിന് പോയപ്പോൾ കാണാണ്ടായി. അപ്പോൾ ഗുരുവായൂർ അരങ്ങേറ്റം പോയതല്ല, എൻ്റെ അയ്യപ്പച്ചരിതം പറഞ്ഞ അയ്യപ്പൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, അയ്യപ്പൻ കാവിൽ കളിക്കാൻ വേണ്ടി മുടി വേണം പറഞ്ഞിട്ട് കുഞ്ചലെടുത്തിട്ട് പോയതാണ്. പക്ഷെ മുടി വെക്കാണ്ട് ഞങ്ങൾക്ക് വിരിച്ചിട്ടിട്ട് ഇങ്ങനെ ചുരുട്ടി കെട്ടി വയ്ക്കായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതെടുത്തില്ല. അപ്പോൾ എൻ്റെ കുഞ്ചൽ എവിടെയോ പോയി. അവിടെ കളഞ്ഞു പോയതാണോ, ആരെങ്കിലും എടുത്തിട്ട് പോയോ ഒന്നും അറിയില്ല. പിന്നെ ഒരു കുഞ്ചലം പുതിയത് ടീച്ചർ മേടിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സൂര്യനും ചന്ദ്രനും. ഇതിലത്തെ ഒരു മുത്ത് പോയി ഗൈസ്. അത് ഈ തവണ അരങ്ങേറ്റത്തിനാണ് പോയത് തോന്നണം. പോയ തവണ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മുത്ത് പോയത്. പിന്നെ ഇതിനെന്തൊരു സാധനം, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിൻ്റെ പേരെന്താ ഗൈസ്? ഇതിൻ്റെ പേര് ഉച്ചിപ്പൂ കേട്ടോ. ഇതിങ്ങനെ ഒരു റാവോലെ പോയി. പിന്നെ മയിലാണ് കേട്ടോ. മയിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കാണില്ലേ, നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. ഇതിൻ്റെ തന്നെ മയിൽ ശരിക്കുള്ള ടൈപ്പ് എന്താ, മയിലിൻ്റെ തല ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ കമ്മൽ ഞാൻ കൊടുക്കുന്നു, ആ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാനിതൊക്കെ തിരിച്ച് കേട്ടിട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഞാനിതിങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോയി നമ്മുടെ കയ്യിൽ നിന്ന് ചീത്ത പോയി. അതിനെക്കാട്ടിലും മുമ്പേ നമ്മളിതിനെ നേരെ അടുക്കി വെച്ചാൽ ഇതിൻ്റെ മേലത്തെ ഈ ലെയർ വെക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം വെച്ചില്ലേന്ന് നോക്കുകയാണ്. പിന്നെ ഓരോന്നും ഇവിടെ കിടക്കണ്ടേ. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ ഒറ്റത്തള്ളാണ്. അങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുന്നു. അടുത്തൊരു ക്ലോസും കൊടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ.